Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനെ പറ്റിയിട്ടായിരിക്കാം, ഓർ വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ലെറ്റ്സ് സീ. സോ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, what I'm hearing is നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ പേര് പ്രശസ്തി നേടുന്നുണ്ട്. ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ആണ്. നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ് മീ നോ, നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ ടാലന്റ് വെച്ചിട്ടായിരിക്കാം, ഓർ നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന സർവീസ് ആയിരിക്കാം, നിങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാജിക്കൽ മൊമെന്റ് ആയിരിക്കാം. ഓൾറൈറ്റ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ എന്തൊരു കാര്യം നിങ്ങളുടെ പേര് ഒരുപാട് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങൾക്ക് സ്പെഷ്യലി നിങ്ങൾ അങ്ങനെ അറിയപ്പെടണം, നിങ്ങൾ അങ്ങനെ അറിയപ്പെടേണ്ട ആളുകളാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സോഷ്യലി കണക്ട് ആവാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ this message is for you. Alright, so എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഒരു സമയം? എങ്ങനെയാണ് നിങ്ങൾ പ്രശസ്തിയിലേക്ക് വരുന്നത്? നിങ്ങളുടെ ഫെയിം, നിങ്ങളുടെ പേര് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? Alright, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങളുടെ ലൈഫ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, നിങ്ങളിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ് നിങ്ങളെ കൂടുതൽ പ്രശസ്തിയിലേക്ക്, എസ്പെഷ്യലി നിങ്ങളുടെ പേര് നാലാൾക്കാർ അറിയാം എന്ന് പറയുന്നത് പോലെ, അത് ചില ആളുകൾക്ക് നിങ്ങൾ വൈഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കാം. എക്സാക്ട്ലി, വലിയൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സർവീസിന്റെ ഭാഗമായിരിക്കാം, ഓർ നിങ്ങളുടെ ചില സ്പെഷ്യൽ ടാലന്റ്സ്. ഓൾറൈറ്റ്, സി, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല, ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഇൻബോൺ ടാലന്റ് ആണ്. ഓക്കെ, സോ അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ചില ആളുകൾക്ക് ടീച്ചിങ് സ്കില്ലാണ്, പഠിപ്പിക്കുക. നമ്മൾ അറിയപ്പെടുന്ന അധ്യാപകന്മാരുണ്ടാവുമല്ലോ, നമ്മൾ നാട്ടിൽ മൊത്തം അറിയുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, സ്കൂളിൽ മാത്രമല്ല, പഠിപ്പിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, എവിടെ ചെല്ലുന്ന സമയത്തും നാലാൾക്കാർ അറിയുന്ന, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സർവീസ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, മേ ബി നിങ്ങൾ സോഷ്യൽ സർവീസിലേക്കൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു എസ്പെഷ്യലി നിങ്ങളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ കൂടുതൽ ആളുകളെ ഗ്യാദർ ചെയ്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പാരന്റ് ആവുന്ന സമയത്ത് മറ്റുള്ള പാരന്റ്സിനെ കൂട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ലീഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, കുട്ടികളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ലൈക്ക് പ്ലേ സ്കൂൾ പോലെ ആയിരിക്കാം. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തും ആയിരിക്കാം. ഓക്കെ, സിംഗിങ് ആയിരിക്കാം, ഡാൻസിങ് ആയിരിക്കാം, സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, ഡബ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ ടച്ച്, നിങ്ങളുടെ പ്രസൻസ്, ഇതൊക്കെ നിങ്ങളുടെ പേര് ഒരുപാട് അറിയപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ഒരു ഹീലിംഗ് പവർ വെച്ചിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ്, ഓർ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വോയിസ് വെച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ സൗണ്ട് കൊണ്ടായിരിക്കാം. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരാളുടെ ലൈഫ് മാറ്റിമറിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ഉള്ള ആളുകളായിരിക്കാം. അങ്ങനെയായിരിക്കാം നിങ്ങൾ ഒരുപാട് പ്രശസ്തിയിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ടച്ച് ആണ്. ഓക്കെ, അതായിരിക്കാം മേ ബി ലൈക്ക് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കാം. സോ ഇതൊന്നും നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് നിങ്ങൾ കണക്റ്റും ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുക, ടീച്ചിങ് സ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു ഇൻബോൺ ടാലന്റ് ആയിരിക്കാം. കമ്മ്യൂണിക്കേഷൻ, പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇൻബോൺ ടാലന്റ് ആയിരിക്കാം. പക്ഷെ അത് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ
സർവീസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ പേര് ഒരുപാട് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾ ഒരു വൈഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഹ്യൂജ് ക്രൗഡിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. ഒരു ഹ്യൂജ് ക്രൗഡിന്റെ അട്രാക്ഷൻ, അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു റെസ്പെക്ട് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഓ മൈ ഗോഡ്, ഐ എം ഗെറ്റിംഗ് ഗൂസ്ബംസ്. വാവ്. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മെസ്സേജ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ഫിസിക്കലി ഉണ്ടാക്കുന്ന മാറ്റമായിരിക്കാം, നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ് നിങ്ങളുടെ പേര് ഒരുപാട് അറിയപ്പെടുന്നത്. കണ്ട, ഈ ഒരു വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനത്തെ സിറ്റുവേഷൻ അവർ ഇങ്ങനെ നേടിയെടുത്തു, ഇങ്ങനത്തെ ഒരു ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കി എന്നൊക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിന് ചുറ്റുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ അറിയപ്പെടുന്നതായിരിക്കാം. അത്ര കാലമായിട്ട് നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാവുന്നതായിരിക്കാം. നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങളൊരു ചർച്ചാ വിഷയമാവുന്നുണ്ട് നല്ല രീതിയിൽ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരുടെ അടുത്തും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, സ്നേഹത്തോടു കൂടിയിട്ട്. ഓരോ പ്ലേസിൽ പോകുന്ന സമയത്തും നിങ്ങൾ എപ്പോഴും എവിടെ പോകുന്ന സമയത്തും നമ്മൾ ഫോൺ എടുത്ത് പോകുന്നത് പോലെ അല്ലെങ്കിൽ വാലറ്റ് എടുത്ത് പോകുന്നത് പോലെ നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം പ്ലസന്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ പ്ലസന്റ് ആക്കി വെക്കുക, നിങ്ങളുടെ അപ്പിയറൻസ്, അതുപോലെ നിങ്ങളുടെ മുഖം നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് വെക്കുക. സോ ആരെ കാണുന്ന സമയത്തും പ്ലസന്റ് ആയിട്ട് ഒന്നുകിൽ ചിരിക്കുന്നതായിരിക്കാം, ഒരു ചെറിയ ഒരു സ്മൈൽ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കാം. ഇത് നിങ്ങളുടെ ഫോണൊക്കെ കയ്യിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫോൺ കയ്യിൽ പിടിക്കുന്നത് പോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കൂടെ വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്മൈൽ, നിങ്ങളുടെ പ്രസൻസ്. കാരണം നിങ്ങളുടെ പ്രസൻസ് ഒക്കെ മാറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ പ്രസൻസ് ആളുകൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷൻസ്. ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനെ മാറുന്നത്, നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, അത് മറ്റുള്ള ആളുകൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് എത്ര മെസ്സപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അറിയപ്പെടേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ്. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ സർവീസ് അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കർമ്മ, നിങ്ങളുടെ സോളിന്റെ ഒരു കർമ്മ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരണം, അല്ലെ? സോ എന്നാലേ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മളുടെ സോൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്താണ് റിയൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു റിയൽ ഹാപ്പിനെസ് ഉണ്ടാവേണ്ടത്. റൈറ്റ്? വിക്ടറി ആൻഡ് സക്സസ്. കമോൺ ഗൈസ്, നിങ്ങൾ ലൈഫിന്റെ ഒരു വലിയൊരു പോയിന്റിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വരേണ്ട ഒരു മൊമെന്റിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ തോന്നലുകൾ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തിലേക്ക് വരണം എന്നുള്ള ഒരു ക്ലാരിറ്റി മേ ബി ഉണ്ടാവുന്നുണ്ടാവില്ല, അല്ലെ? ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ എന്ത് ആക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടി. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്. സോ യു നീഡ് ടു face the challenge in your life. All right, so that's the only way to reach this position. ഓക്കെ, സോ ഈ സമയം നിങ്ങൾ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത്, ഈവൻ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളായിക്കോട്ടെ, ഈ സമയത്ത് നിങ്ങൾ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് തോന്നുന്നത്, മാനസികപരമായിട്ടായിരിക്കാം, ചില ആളുകൾക്ക് ഫിസിക്കലി ആയിട്ടായിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, കൂടുതലുള്ള ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ എന്താണോ നിങ്ങളുടെ ചാലഞ്ച് എന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ തടസ്സം എന്താന്ന് മനസ്സിലാക്കി അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. നിങ്ങൾക്കുള്ളൊരു അഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സെൽഫ് ടോക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നിങ്ങളുടെ ലൈഫിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഇത് നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. വാട്ട് വി ഹാവ് ടു ഡു,
വി നീഡ് ടു ആസ്ക് അവർ സെൽഫ് അല്ലെ. നമുക്ക് നമ്മളടുത്ത് ചോദിക്കണം, നമ്മൾ വേറെ എക്സ്റ്റേണൽ ആയിട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. സോ നിങ്ങൾക്കൊരു ആൻസർ വേണം. നിങ്ങൾ പോകുന്നൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പുറത്തേക്ക് വരാൻ നിങ്ങൾക്കൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ആസ്ക് യുവർ സെൽഫ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്റെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ലൈഫിലെ ഈ പ്രതിസന്ധി ഘട്ടം ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യാണ്, അത് ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന സെൽഫ് ടോക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന സെൽഫ് ടോക്ക് നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ അഫേം ചെയ്യേണ്ട കാര്യം അതാണ്. അഫേം ഇറ്റ്. എന്താണ് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടം, അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയില്ല എന്താണ് നിങ്ങളുടെ ചലഞ്ച്, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. സോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമിഷൻസ് കൊടുക്കുക, നിങ്ങൾക്ക് സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ സ്വയം കൊടുക്കുക. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, what you need to hear right now. Alright. സോ ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ ചില ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, നിങ്ങൾ അങ്ങനത്തെ ഒരു മെന്റൽ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് പേടി ഉണ്ടാവുക, ചില കാര്യം കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നുണ്ടായിരിക്കും. അതാണ് നിങ്ങൾ പോകുന്ന ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നുണ്ടായിരിക്കാം അല്ലെ. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനോ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ചില രീതിയുണ്ട് അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന ചില രീതി ആയിരിക്കാം. ചില ആളുകൾ ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കണം ദേഷ്യം വരുന്ന സമയത്ത്, സങ്കടം വരുന്ന സമയത്ത്. നിങ്ങളുടെ ഇതുപോലുള്ള എന്തൊക്കെയോ ഒരു ബിഹേവിയർ, പെരുമാറ്റങ്ങള് നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വലിയൊരു ഫിയർ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് പെരുമാറി പോവുക, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ചില ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായിരിക്കും നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുന്നത്. ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു, നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പേടിപ്പിക്കുന്ന ചില കാര്യമായിരിക്കാം, നിങ്ങളുടെ ഇതുപോലുള്ള ഇമോഷൻസ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി, അതായിരിക്കും നിങ്ങളുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ, അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാൻ സാധിക്കും. യെസ്, ഡെഫിനറ്റ്ലി. സോ ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു നിങ്ങൾ പോകുന്ന ഒരു ലൈഫ് സിറ്റുവേഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്, അതാണ് നിങ്ങളുടെ ഇതുപോലുള്ള ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ന്യൂ വേർഷൻ, ന്യൂ ബേഴ്സ്, അതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന റിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ വലിയ ദേഷ്യക്കാരനാണ്, എന്ത് പറഞ്ഞാലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാ, മേ ബി ലൈക്ക് അത് ചില ആളുകൾക്ക് നോളേജ് ആയിരിക്കാം, നിങ്ങളുടെ അറിവിനെ പറ്റിയിട്ട് മറ്റുള്ള ആളുകൾ ഒരുപാട് കളിയാക്കുന്നുണ്ടായിരിക്കാം അല്ലെ. നിങ്ങളുടെ പോകുന്ന അവസ്ഥ മനസ്സിലാക്കാതെ മറ്റുള്ള ആളുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ബട്ട് അങ്ങനത്തെ കാര്യത്തിൽ നിന്ന് മറ്റുള്ള ആളുകളെ അതിശയിപ്പിക്കുന്ന രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്ന ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എന്താണോ ഇതുപോലത്തെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും ഒരു ചാലഞ്ച് നിങ്ങൾ ഓവർകം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു വിസ്ഡം കിട്ടുക, ഒരു നോളേജ് നിങ്ങൾക്ക് കിട്ടുക അല്ലെ. സോ അതാണ് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചാലഞ്ച് ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ചാലഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടിക്കലി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എക്സാം. സോ ചില കാര്യങ്ങൾ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് അതിനൊരു ഇന്റൻസ് മനസ്സിലാവുക, നമുക്കത് എത്രമാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു പ്രാക്ടിക്കൽ ക്ലിയർ ആവുന്ന സമയത്ത് ലൈഫിൽ വേറെ ഏത് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്കത് റെഫർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനും അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലെ ചില അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നു, ചില ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവുന്നുണ്ട്, ചലഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള കാര്യമായിരിക്കാം, ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പേര് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എക്സാക്ട്ലി. ഓക്കെ, ലൈഫിൽ ഒരു സ്ട്രഗിളും ഒരു റീസൺ ഇല്ലാണ്ട് സംഭവിക്കില്ല. ആൻഡ് എല്ലാവർക്കും എല്ലാ എക്സാമും പാസ്സായിക്കൊള്ളാനൊന്നും പറ്റില്ല
അല്ലെ? നിങ്ങൾ മനസ്സിലാക്കി അത് പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് പാസ്സാവാൻ സാധിക്കുക, അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അതിനെ പറ്റിയിട്ട് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അതിനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അത് പാസ്സാവാൻ സാധിക്കില്ല ആ ഒരു സിറ്റുവേഷൻ, റൈറ്റ്? സോ ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, ചില ആളുകൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓൾറൈറ്റ്, a new beginning. എപ്പോഴാണ് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്, ഒബ്സ്റ്റാക്കിൾസ്, ഡെഫിനറ്റ്ലി തടസ്സങ്ങളൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, അത് നിങ്ങൾ ഓവർകം ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തേക്ക് വരും, അത് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രശസ്തി വരേണ്ട ആളുകളാണ്, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രശസ്തി നിങ്ങൾ അർഹിക്കുന്ന ആളുകളാണ്, വരേണ്ട ആളുകളാണ്, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങളെ ഇങ്ങനെ ഒരു ഷെല്ലിൽ മാത്രം വെക്കേണ്ട ആളുകളല്ല, ഒരു കുഞ്ഞു ലോകത്തിൽ മാത്രം ഇടേണ്ട ആളല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ആവണം, വൈഡ് സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ടാലന്റ്സ് ഓർ നിങ്ങളുടെ സർവീസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയാം, ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പറയാം, എന്റെ മനസ്സിൽ ഈ ഒരു കാര്യമുണ്ട്, അതിലേക്ക് എന്നെ ലീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സന്തോഷപൂർവ്വം എന്റെ ലൈഫിൽ വെൽക്കം ചെയ്യാണ്. അതെന്ത് പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിലും ഞാൻ ധൈര്യത്തോടു കൂടിയിട്ട് ഡീൽ ചെയ്യും, ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. ഓർ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അഫർമേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. എന്റെ സോൾ എക്സ്പാൻഡ് ചെയ്യുന്ന, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ എന്റെ ലൈഫിൽ അട്രാക്ട് ചെയ്യാണ്, അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഷെല്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗ്രോ ചെയ്യണം, ഒരുപാട് കാര്യത്തിലേക്ക് വൈഡ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അറിയപ്പെടണം, നിങ്ങളുടെ ടാലന്റ്സ്, നിങ്ങളുടെ സർവീസ്. നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എവിടെങ്കിലും നമ്മുടെ പേര് എഴുതി വെക്കുന്ന, നമ്മുടെ പേര് ഓർക്കുന്ന തരത്തിലൊരു മെമ്മറി ഉണ്ടാക്കി വെക്കണം ആരുടെയെങ്കിലും മനസ്സിൽ, അല്ലെ? സോ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. വർക്ക് വിത്ത് യുവർ സെൽഫ്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.